അല്ല, FCRI ആക്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ. തെറ്റായ നടപടികളിലൂടെ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ FCRI. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷൻസ് സുരേഷ് ഗോപി ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുക്കാതിരിക്കാം. മനസ്സിലായില്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും, എന്ത് കാരണത്തിൻ്റെ പുറത്ത് വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടേക്ക് ഓവർ ചെയ്യാം. ആരാധനാലയം വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം. അവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർ തുടങ്ങിയിരിക്കുന്ന ഏത് സ്ഥാപനവും ഗവൺമെന്റിന് ടേക്ക് ഓവർ ചെയ്യാം. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ്, മൗലികാവകാശങ്ങൾക്ക് എതിരാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരാണ്. കൊണ്ടുവന്നിട്ട് അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞങ്ങളിത് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോഴും അതിശക്തിയായി എതിർത്തത് അതുകൊണ്ടാണ്. അന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവർ ചർച്ച ബില്ലായിട്ട് വരുമെന്ന്. ഇവർ ചർച്ച ബില്ലും തയ്യാറാക്കുന്നുണ്ട്. FCRI ആക്ടിൽ ഭേദഗതി അപകടകരമായ ഭേദഗതിയാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം, വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങൾ ഉണ്ടാകണം, നിയമം ഉണ്ടാകണം. അതിനൊന്നും ഞങ്ങൾ ഇതിലല്ല. ഞങ്ങൾ കൊണ്ടുവന്നല്ലേ FCRI ആക്ട്. അത് വേണം, കാരണം വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടി, അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു അവതരണമാണ്. അപ്പോൾ സുരേഷ് ഗോപി അതിൻ്റെ പ്രൊവിഷൻസ് ഒന്ന് വായിച്ചു നോക്കിയാണ്.